ഓക്കെ, ഇതാണ് എൻ്റെ ഇൻറ്റീരിയർ സെക്ഷൻ വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഡോർ അടച്ച ഉടനെ ഹോണ്ട എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, കണ്ടോ? ഇനി ഇതിപ്പോൾ പുഷ് ബട്ടണുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ VCVT ആണ്, ഓട്ടോമാറ്റിക് ആണ് മോഡ്. കണ്ടോ, ഓട്ടോമാറ്റിക് ആണ്, CVT വേർഷനാണ്. CVT വരുന്ന 7 സ്പീഡാണ്. സാധാരണ നോർമൽ മാനുവൽ വരുന്ന 6 സ്പീഡും CVT വരുന്ന 7 സ്പീഡുമാണ്. ഓക്കെ, ഇപ്പോൾ ഇൻറ്റീരിയറിലും ചെറിയൊരു ബീച്ച് കളറൊക്കെ കൂടിയിട്ടുണ്ട്. ഇതിപ്പോൾ സീറ്റ്സ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ടൈപ്പാണ്. ഓക്കെ, ഇതിപ്പോൾ ഫാബ്രിക് ടൈപ്പാണ് വരുന്നത്. നല്ല ഏകദേശം ഒരു ബീച്ച് ലുക്ക് തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെതർ സീറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ആക്സസറി ആയിട്ട്. ഇതിപ്പോൾ ലെതർ അല്ല, നോർമൽ ഫാബ്രിക് തന്നെ വരുന്നത്. ടോപ്പ് ആൻഡ് മോഡൽ മാത്രമേ ലെതർ വരുന്നുള്ളൂ. അതേപോലെ ഈ ഒരു സെക്ഷനും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല കുഷനിങ് ഉണ്ട്. ഇതിപ്പോൾ ഈ സൈഡും ഉണ്ട്, ഈ സൈഡും നല്ല കുഷനിങ് വരുന്നുണ്ട്, സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ഏരിയാസാണ് ഇതൊക്കെ വരുന്നത്. ഇപ്പോൾ ലെതർ സ്റ്റിച്ചിങ് ഒന്നുമില്ല, എല്ലാം പ്ലാസ്റ്റിക് ഏരിയാസാണ്, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഇവിടെയൊക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടോപ്പ് ആൻഡ് മോഡലാണെങ്കിൽ ഏകദേശം ഒരു വുഡൻ ട്രിമ്മായിട്ട് വരും. ഓക്കെ, പിന്നെ നമ്മുടെ ഗ്ലൗ ബോക്സ് ഏരിയ ആണ്. ഓക്കെ, അത് കുറേ വയേഴ്സ് തന്നെ മാനുവലൊക്കെ വെച്ചിട്ടുണ്ട്. കൂളിംഗ് ഫീച്ചർ ഇല്ല, ജസ്റ്റ് ഒരു ഗ്ലൗ ബോക്സ് സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ സോക്കറ്റ്സ് ഉണ്ട്, നേരത്തെ പോലെ തന്നെ ഒരു 12 വോൾട്ട് സോക്കറ്റും 2 USB പോർട്സും ഉണ്ട്, ചാർജിങ്ങിന് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ഒരു സ്മാർട്ട് ഫോൺ ഹോൾഡർ പോലെ ഉണ്ട്, നമുക്കിവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ 2 ഏരിയ ഉണ്ട് അതിന്. പിന്നെ നമുക്ക് സെൻറ്റർ സ്ക്രീൻ വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ 2023 അവരൊരു ബേസ് വേരിയൻറ്റും കൂടി ഇറക്കിയിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SV എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. നേരത്തെ V വേരിയൻ്റ് ആയിരുന്നു ബേസ്. ഇപ്പോൾ SV എന്ന് പറഞ്ഞ വേരിയൻറ്റ് മാനുവലിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അവൈലബിൾ അല്ല, മാനുവലിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ അതിന് അലോയ് വീൽസ് ഇല്ല, പിന്നെ ഈ ഹോണ്ട സെൻസിങ് എന്ന് പറഞ്ഞ ഫീച്ചർ ഇല്ല, അഡാസ്റ്റ് ഫീച്ചേഴ്സ് ഒന്നുമില്ല. അതാണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. പക്ഷേ റിവേഴ്സ് ക്യാമറയും സെൻസേഴ്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഓക്കെ, അത് മാനുവലാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി അതിന് വയർലെസ് അല്ല. ആൻഡ്രോയിഡ് ഓട്ടോയും കാർപ്ലേ ഒക്കെ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് അല്ല. ഇതിപ്പോൾ നെക്സ്റ്റ് മോഡൽ മുതൽ, അതായത് V മോഡൽ മുതലാണ് നമുക്ക് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നേരത്തെ പഴയ സിറ്റിക്ക് 2023 ബിഫോറിലെ സിറ്റിക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് പുതുതായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിനകത്ത് പിന്നെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വയർലെസ് ചാർജർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു നമ്മൾ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും. പക്ഷേ എന്താ അവർ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്ക് ഈ 12 വോൾട്ടിൽ സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കപ്പ് ഹോൾഡേഴ്സിൻ്റെ ടോപ്പിലായിട്ട് മൗണ്ട് ആവും. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ ടോപ്പ് സെക്ഷനായിട്ട് മൗണ്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ കപ്പ് ഹോൾഡേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന് അവർ ആക്സസറി ആയിട്ട് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 8,000 9,000 എന്നാണ് പറഞ്ഞത്. കറക്റ്റ് പ്രൈസ് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ V വേർഷൻ ആയത് കാരണം ഇതില്ല. VX മുതൽ നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ വയർലെസ് ചാർജർ വണ്ടിയുടെ ഒപ്പം വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെലിസ്കോപ്പിക് ആണ് സ്റ്റിയറിംഗ് വീല്. ഓക്കെ, നമുക്ക് ടോപ്പും ബോട്ടവും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ, റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ടോപ്പും ബോട്ടവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ലോക്ക് എൻ്റെ വരുന്നത്. ലോക്ക് ചെയ്യുക തിരിച്ച്. പിന്നെ നമുക്ക് ഇവിടെ AC വെൻസ് ഉണ്ട്, കണ്ടോ, AC വെൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഹോൾഡേഴ്സ് പറയുകയാണെങ്കിൽ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ 1 ലിറ്റർ ബോട്ടിലിൻ്റെ സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെയുണ്ട് 1 ലിറ്റർ ബോട്ടിലിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പവേർഡ് മിറേഴ്സാണ് വരുന്നത്. ഫോൾഡിംഗ് ഉണ്ട്, അതായത് ഓട്ടോ ഫോൾഡിംഗ് ഇല്ല. അതായത് ഹൈ എൻഡ് മോഡലാണെങ്കിൽ നിങ്ങൾ ലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഫോൾഡ് ആവും മിറേഴ്സ്. ഇതിനിപ്പോൾ അതില്ല. ഓക്കെ, പിന്നെ നമ്മുടെ 4 പവർ വിൻഡോ. ഇതിനകത്ത് ഇതിനൊന്നും 1 ടച്ച് ഡൗൺ ഇല്ല. ഇതിന് മാത്രമേ ഉള്ളൂ 1 ടച്ച് ഡൗണും ഉണ്ട്, 1 ടച്ച് അപ്പും ഉണ്ട്. ഓക്കെ, ആൻറ്റി പിഞ്ചും ഉണ്ട്. ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ. ഏറ്റവും ടോപ്പ് എൻഡിനാണെങ്കിൽ ഇത് എല്ലാം 1 ടച്ച് വരുന്ന എല്ലാം വിൻഡോസിനും ഉണ്ട്, ആൻറ്റി പിഞ്ചും എല്ലാം ഗാർഡും ഉണ്ട്. ഓക്കെ, എല്ലാം വരുന്നുണ്ട് ടോപ്പ് എൻഡിൽ. ഓക്കെ, ഇത്രയാണ് വരുന്നത് നമുക്ക്. ഇതിപ്പോൾ നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സെൻസേഴ്സാണ്.
ഓക്കെ. ഇനി നമുക്ക് ടോപ്പ് എൻഡ് വേർഷന് റെയിൻ സെൻസറും കൂടിയുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വൈപ്പർ ആക്ടിവേറ്റഡ് ആവും റെയിൻ വരുമ്പോഴത്തേക്കും. അതിന് നമ്മുടെ വിൻഷീൽഡിൽ തന്നെ ഒരു സെക്ഷനുണ്ട്, സെൻസേഴ്സ് ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ ഈസ് യൂസബിൾ. സ്റ്റാർട്ട് അടിക്കുവാണെങ്കിൽ ചിലപ്പോൾ സ്ക്രീൻ കട്ടാവും, നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് ആൻഡ്രോയിഡ് ഓട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ വയർലെസ് ആയിട്ടാണ് കണക്റ്റ് ആവുന്നത്. ഓക്കെ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മാപ്പ് എടുക്കുവാണെങ്കിൽ കണ്ടോ, മാപ്പ് എടുക്കുവാണെങ്കിൽ ഇത് ഗൂഗിൾ മാപ്സ് ആയി. ഓക്കെ, നമ്മുടെ വയർലെസ് ആണ് കണക്ട് ചെയ്തേക്കുന്നത്. എ സി എന്ന് പറഞ്ഞാൽ ഓട്ടോ എ സി ആണ്. ഇതിനകത്ത് മാക്സ് കൂൾ എന്ന് പറഞ്ഞ ഫീച്ചറുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ചൂടിൽ നിന്ന് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കൂളിലേക്ക് ഇടാം. ഓക്കെ, നല്ല എ സി ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 to 4 days ആണെങ്കിലും അത്യാവശ്യം രാവിലെയൊക്കെ പോയിട്ടുണ്ട്. നല്ല എ സി ആണ്, നല്ല കൂളിംഗ് ഉണ്ട്. സൈഡിലേക്ക് നോക്കാം. ഇതിപ്പോൾ റീഡിംഗ് ലൈറ്റ്സ് ആണ്. റീഡിംഗ് ലൈറ്റ്സ് ഒക്കെ നമ്മുടെ നോർമൽ ലൈറ്റ്സ് ആണ്. ഹൈ എൻഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഈ സെക്ഷനൊക്കെ LEDs ആവും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് മിറേഴ്സ് ഉണ്ട്. ഓക്കെ, ഡ്രൈവർ സൈഡും ഉണ്ട്. ഓക്കെ, ഡ്രൈവർ സൈഡും ഉണ്ട്. നമുക്ക് പാസഞ്ചർ സൈഡും മിറേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, മിറേഴ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടു ലെയിൻ കീപ്പ് അസിസ്റ്റ് ക്യാമറ ഇല്ല. ഓക്കെ, അത് നമുക്ക് VX മുതലേ വരുന്നുള്ളൂ. VX ആൻഡ് ZX വരുന്നുള്ളൂ. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ലെഫ്റ്റ് സൈഡ് കുറച്ചും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് വരില്ല. നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വെറുതെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആ ബട്ടൺ അടിച്ച് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ ഏരിയ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട്. ഓക്കെ, അധികം പറയത്തക്ക സ്പേസ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2 സ്മാർട്ട് ഫോൺ മൗണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കോയിൻസ് വല്ലതും വേണമെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്ക് സ്പേസ് വരുന്നത്. നമ്മുടെ ഇവിടെ സ്വിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ സെൻസറാണ്. ഓക്കെ, ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബൂട്ടും ഇവിടെ ഇതാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഒരു സെക്ഷനാണ്. ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ആവും. ഇതാണെങ്കിൽ നമുക്ക് ബോണറ്റ് ആണെങ്കിൽ ബോണറ്റ് ഇതേപോലെ പുള്ളി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോണറ്റ് ഓപ്പൺ ആവും. ഓക്കെ, ഇതിനകത്ത് പിന്നെ നമുക്ക് ഒരു ഡെഡ് പെഡലും കൂടി ഉണ്ട് ഇവിടെ. ഓക്കെ, ഡെഡ് പെഡലും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ഡെഡ് പെഡലും ഉണ്ട്, പ്രോപ്പർ ഡെഡ് പെഡലും ഉണ്ട്. നമുക്ക് ബ്രേക്കും ആക്സിലേറ്ററും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവാം. ഇതിപ്പോൾ ഡാഷ്ബോർഡും നമുക്ക് കുറച്ച് സ്ലീക്കാണ്. നമുക്ക് ആ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ഒരു നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവലാണ്. ഓക്കെ, നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഓട്ടോ ഡിമ്മിങ് വേണമെങ്കിൽ ടോപ്പ് എൻഡ് മോഡൽസിലൊക്കെ ഉള്ളൂ. അപ്പോൾ അതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ നിങ്ങൾ നേരത്തെ പോലെ തന്നെ വീട് സെക്ഷനിൽ 2 ഡയലാണ് വരുന്നത്. ഒരെണ്ണം സ്പീഡോമീറ്റർ, ഒരെണ്ണം ടാക്കോമീറ്ററും. ഇനി ടോപ്പ് എൻഡ് മോഡലിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് ഡിജിറ്റലായിരിക്കും. ഓക്കെ, ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. അതിനകത്ത് G മീറ്റർ അങ്ങനെ നമുക്ക് ലോഡ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു G മീറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. നല്ലൊരു കൺസെപ്റ്റാണ്. അതൊക്കെ ടോപ്പ് എൻഡ് മോഡലേ ഉള്ളൂ. നേരത്തെ VX എന്ന് പറഞ്ഞൊരു മോഡലിനും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അവർ ക്യാൻസൽ ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് എൻഡ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ VX ആയാലും V ആയാലും നമുക്ക് ബേസ് ആയിട്ട് 2 മീറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. ഇതേപോലെ 2 മീറ്റേഴ്സ് നമ്മുടെ അനലോഗ് മീറ്റേഴ്സ് ആയിരിക്കും. ടോപ്പ് എൻഡിൽ മാത്രം ഒരു സെക്ഷൻ ഡിജിറ്റലായിരിക്കും. ടാക്കോമീറ്റർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വെഹിക്കിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ബ്രേക്ക് പ്രസ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഒരു പ്രാവശ്യം അടിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ടാവും. നമുക്ക് ഫുൾ സ്വൈപ്പ് ഉണ്ട് മീറ്റേഴ്സിൻ്റെ. 2 നീഡിലും ഏറ്റവും ഹൈ പൊസിഷനിൽ വരും. ഓക്കെ, ഫാസ്റ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിംഗിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വോളിയം പ്ലസ് മൈനസ് ഉണ്ട്. ഇത് നമുക്ക് റോട്ടറിയാണ്. ഇതിപ്പോൾ നമുക്ക് പ്ലേ ബാക്ക്, നെക്സ്റ്റ് സോങ്, റിവേഴ്സ് സോങ്, അങ്ങനെ നെക്സ്റ്റ് ചാനൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിലാണ് ഫോർവേഡ് റിവേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഹോം ഉണ്ട്. ഹോം ബട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലസ്റ്ററിലാണ്. ഇപ്പോൾ ഞാൻ ഹോം ബട്ടൺ അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലസ്റ്ററിലേക്ക് നോക്കിയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ സെറ്റിങ്സും ഓപ്ഷൻസൊക്കെ വന്നു. ഓക്കെ, സെറ്റിങ്സ് ഓപ്ഷൻസൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഇതിപ്പോൾ റോളറാണ്. കണ്ടോ, റോളിംഗ് ഒരു സെക്ഷനാണ്. ഈ റോളർ വീൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഏതിൽ സെലക്ട് ചെയ്യണോ എന്നിട്ട് അത് പ്രസ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സെറ്റിംഗ് നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് പാനലിൽ കിട്ടും.
അപ്പം നമുക്ക് ഹോം സെക്ഷൻ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് റോൾ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇതിനകത്ത് സെറ്റിങ്സും ക്ലോക്കും ഒക്കെ ഫിക്സ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ റോളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ലോക്ക് ആൻഡ് വെഹിക്കിൾ സെറ്റിങ്സ് വരും. വെഹിക്കിൾ സെറ്റിങ്സിൻ്റെ ടാബിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും, അവിടെ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ റോളർ വീല് ഡൗണിലേക്ക് ആക്കുമ്പോഴത്തേക്കും ഓക്കെ നിങ്ങൾക്ക് ഡിഫ്ലേഷൻ വാർണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. ഓക്കെ, അതിനകത്ത് ഗ്രൂപ്പിൻ്റെ അകത്താണ് വരുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും റോളർ വീലിൽ പ്രസ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡിഫ്ലേഷൻ വാർണിംഗ് സിസ്റ്റം ഇനീഷ്യലൈസ് ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ടയർ പ്രഷർ മോണിറ്റർ സെറ്റപ്പാണ് ഇതിനകത്തുള്ള. ഈ വെഹിക്കിൾസിലൊക്കെ നമുക്ക് സാധാരണ ഹൈ എൻഡ് വെഹിക്കിൾസ് ഉള്ള പോലെ ടയർ പ്രഷർ മോണിറ്റർ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ലോവർ എൻഡ് മോഡൽസിലും വരുന്നുണ്ട്, എല്ലാ മാനുഫാക്ചേഴ്സിലും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അവർ അതിന് പകരം എന്താ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയർ പ്രഷർ മോണിറ്ററിൻ്റെ ഡിഫ്ലേഷൻ വാർണിംഗ് മാത്രമാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ടയേഴ്സിൽ. ഓക്കെ, അപ്പോൾ അത് ആ റൊട്ടേഷണൽ സ്പീഡും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അനുസരിച്ച് നമ്മൾ സെൻസ് ചെയ്യും. നമ്മുടെ വെഹിക്കിളിൻ്റെ മറ്റേ ടയറിൻ്റെ മറ്റേ എയർ എന്തോരം കുറഞ്ഞിട്ടുണ്ട്, ഓരോ സൈഡിലും ഡിഫ്ലേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യും. ശരിക്കും പറയണമെങ്കിൽ നമുക്ക് ടയർ പ്രഷർ പോലെ ബാക്കിയുള്ള വെഹിക്കിൾസ് പോലെ കാണിച്ചു തരില്ല. ഇപ്പോൾ ഡിഫ്ലേറ്റഡ് ആവുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടയർ നിങ്ങൾക്ക് ഡിഫ്ലേറ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാർണിംഗ് വരും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ. പ്ലീസ് ചെക്ക് ദ ടയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വാർണിംഗ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അടുപ്പിച്ച് നിർത്തിയിട്ട് സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് നമ്മൾ എല്ലാ ടയേഴ്സും റീചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു ടയറിന് മിക്കവാറും എയർ ലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ എയർ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇനീഷ്യലൈസ് അടിക്കുക. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്യുമ്പോഴത്തേക്കും, ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ ഇന്നാൾ ചെയ്തതാണ്. ഇനീഷ്യലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ടൈം റീസെറ്റ് ആയ പോലെയായി നമ്മുടെ ഈ സെൻസേഴ്സ്. ഓക്കെ, എവറി ടൈം അതേപോലെ നിങ്ങൾ കോൾഡ് ടയർ പ്രഷർ ചെക്ക് ചെയ്തിട്ട് എയർ അടിക്കുകയാണെങ്കിൽ എയർ അടിച്ചതിന് ശേഷം നിങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യുക. കാരണം എയർ അടിച്ചതിന് ശേഷം ഇതിൻ്റെ റോളിംഗ് ഒക്കെ ഡിഫറൻസ് ആയിരിക്കും. ഓരോ ടയറിൻ്റെ റോളിംഗ് പിന്നെയും വേരിയേഷൻ വരും. കാരണം ടയർ പ്രഷർ കയറുവാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഓരോ ടൈം നിങ്ങൾ എയർ അടിക്കുമ്പോഴും ഇത് ഇനീഷ്യലൈസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ടയർ ഡിഫ്ലേഷൻ വാർണിംഗ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ടയറിൻ്റെ പ്രഷർ കൂടുതൽ അടിക്കുകയാണെങ്കിൽ വാർണിംഗ് ഒന്നുമില്ല. ഓക്കെ, ഡിഫ്ലേഷൻ വാർണിംഗ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ റോൾ ചെയ്തിട്ട് ക്യാൻസലിലേക്ക് വരുവാണ്. ഓക്കെ, റോൾ ചെയ്യണമെങ്കിൽ ടോപ്പിലേക്കും വരും, ക്യാൻസലിലേക്ക് വരും. ക്യാൻസൽ വരുവാണ്, ആ ബട്ടൺ ഒന്നും കൂടി പ്രസ് ചെയ്യണം. അതിപ്പോൾ ക്യാൻസലായി, ബാക്കായി. ഓക്കെ, ഇനിയിപ്പോൾ ബാക്ക് അടിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ക്ലോക്ക് ആൻഡ് വെഹിക്കിൾ സെറ്റിങ്സിൽ തന്നെ റോൾ ഓവർ ചെയ്യുകയാണെങ്കിൽ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ക്ലോക്ക് സെറ്റപ്പ് കിട്ടും. നിങ്ങൾക്ക് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം സെറ്റപ്പ് കിട്ടും. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പ്രൊസീഡിങ് വെഹിക്കിൾ പ്രോക്സിമിറ്റി വാർണിംഗ് ഡിസ്റ്റൻസ് കിട്ടും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ, നിയർ എന്ന് പറഞ്ഞ മോഡുണ്ട്. ഓക്കെ, ഫാർ എന്ന് പറഞ്ഞ മോഡുണ്ട്. നമ്മൾ നോർമലിലാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബാക്ക് അടിക്കുക. ഓക്കെ, പിന്നെ ACC വെഹിക്കിൾ അഹെഡ് ഡിറ്റക്റ്റഡ് ബീപ്പ്. ഓക്കെ, അത് അത് ഓണാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ബാക്ക് അടിക്കുക. പ്രൊസീഡിങ് വെഹിക്കിൾ, ACC വെഹിക്കിൾ, ലീഡ് കാർ ഡിപ്പാർച്ചർ നോട്ടിഫിക്കേഷൻ സിസ്റ്റം, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഇതേപോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. നോർമൽ, ഏർലി, ഓക്കെ, ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. സ്ക്രോൾ ചെയ്തിട്ട് ബാക്കിലേക്ക് അടിക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് വന്നേക്കുന്നത് സെറ്റ് ചെയ്തേക്കണം നോർമൽ. ഓക്കെ, എല്ലാത്തിലും നോർമൽ മതി. കാരണം ഏർലിയും ലോവും ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ പറഞ്ഞ മാതിരി ഓടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഗിയർ സ്റ്റാറ്റസ് കാണിക്കും. ഇപ്പോൾ പാർക്കാണ്. ഓക്കെ, ഇതൊക്കെയാണ് വരുന്നത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ. നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ വരുന്ന പ്ലസ് മൈനസ് ബട്ടൺ വരും. ഇത് ഹോം വരും. സോഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള FM. ഓക്കെ, ഇത് ഞാൻ നോക്കി അടിച്ചോട്ടെ. ഇത് കോഷൻ വരുന്നതാണ്. നമ്മൾ സ്ക്രീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓക്കെ അടിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന സോഴ്സ് എന്നുള്ളത് നമുക്ക് FM, മൾട്ടിമീഡിയ അങ്ങനെ പറഞ്ഞ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ കോൾ റെക്കോർഡ്സിൻ്റെ എടുക്കുന്നതാണ്. ആൻസറിങ് ഫോണാണ്. ഇതിപ്പോൾ ബാക്ക് സൈഡാണ്. ഇതിപ്പോൾ വോയിസ് കമാൻഡ്സ്. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റിങ്സ് ആണ്. ഓക്കെ, ഇത് ക്രൂസ് കൺട്രോൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റഡ് ആവുള്ളൂ. ക്രൂസ് കൺട്രോൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സിമ്പിൾ വരും ടോപ്പിൽ. പിന്നെ പ്ലസ് മൈനസ് നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സെറ്റ് ചെയ്യുക. പിന്നെ പ്ലസ് മൈനസ് നമുക്ക് സ്പീഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ക്യാൻസൽ ഓപ്ഷനുണ്ട്. നമുക്ക് ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ACC എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. നമ്മൾ ഈ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ആക്ടിവേറ്റഡ് ആവുള്ളൂ. ഓക്കെ, ഇത് ഹോണ്ട സെൻസിലെ വൺ ഓഫ് ദ ഫീച്ചറാണ്. അപ്പോൾ ക്രൂസ് കൺട്രോൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കിട്ടുള്ളൂ. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ വെഹിക്കിൾ അനുസരിച്ച് നമ്മുടെ വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ബ്രേക്ക് ആവും. ഫ്രണ്ടിലെ വെഹിക്കിളിൻ്റെ ഡിസ്റ്റൻസ് സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ,
അതാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വരുന്നത്. പിന്നെ ഇതിനകത്ത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിന് നമുക്ക് ഇതുണ്ട്, നമുക്ക് എത്ര നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇതും ഓപ്ഷൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് വരും. ഇപ്പോൾ ഫ്രണ്ടിൽ വെഹിക്കിളൊന്നും ഇല്ലാത്ത കാരണം കാണില്ല, നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് അടിച്ചാൽ മതി. ഓക്കെ, അത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ ആണ്. ഇത് പിന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റാണ്. ഓക്കെ, ഞാനിപ്പോൾ അടിക്കുവാണെങ്കിൽ ലെയിൻ കീപ്പ് അസിസ്റ്റ് ആക്ടിവേറ്റഡ് ആവും. കണ്ടോ, റൈറ്റ് സൈഡിൽ കണ്ടോ. ലെയിൻ കീപ്പ് അസിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഒരു പർട്ടിക്കുലർ ലെയിനിൽ തന്നെ നമ്മൾ വെഹിക്കിൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഡീവിയേഷൻ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഡീവിയേഷൻ വരുവാണെങ്കിൽ നമ്മൾ സിഗ്നൽ ഇടാതെ കേട്ടോ, നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ സിഗ്നൽ ലെഫ്റ്റിലേക്ക് ഇടുവാണെങ്കിൽ ലെയിൻ കീപ്പ് അസിസ്റ്റിന് പ്രോബ്ലം ഇല്ല, റൈറ്റിലേക്ക് ഇടുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാതെ നമ്മൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ലെയിൻ്റെ ഔട്ട് സൈഡ് പോവുകയാണെങ്കിൽ ലെയിൻ കീപ്പ് അസിസ്റ്റ് ബീപ്സും വാർണിങ്ങും തന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ആ സിറ്റുവേഷനിൽ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ടോക്ക് വെച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ലെയിനിൽ അസിസ്റ്റ് ചെയ്ത് ആ ലെയിനിൽ കീപ്പ് ചെയ്തുകൊണ്ട് വെഹിക്കിൾ ഡ്രൈവ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് എല്ലാം ഇതേപോലെ ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സിസ്റ്റംസും പെർഫെക്റ്റ് അല്ല, എപ്പോഴും നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവണം ഡ്രൈവറിന്. ഈ ഹോണ്ട സെൻസിങ് വരുന്ന ക്യാമറയാണ്. ഓക്കെ, നമ്മുടെ നോർമൽ റഡാർ അല്ല. അപ്പോൾ ക്യാമറ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹ്യൂമൻ ഐസ് പോലെ തന്നെ എന്ന് പറയാം, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ. ക്യാമറ ആകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് ഫോഗോ സ്മോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഡിറക്ഷൻ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയില്ല. റഡാർ ആണെങ്കിൽ ഇതൊക്കെ ത്രൂ പാസ്സാവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ഇത് ഓട്ടോമാറ്റിക് CVT ആണ്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട് മോഡുണ്ട്. സ്പോർട്ട് മോഡിൽ കുറച്ചും കൂടി ഹൈ RPM വരെ നമുക്ക് ഹോൾഡ് ചെയ്യും ഓരോ ഗിയേഴ്സിൽ. ഇത്രയാണ് നമുക്ക് ഗിയേഴ്സിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതിനകത്ത് ഈക്കോൺ എന്ന് പറഞ്ഞ മോഡുണ്ട്. ഈക്കോൺ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ട് എൻജിനും നമ്മുടെ എയർ കണ്ടീഷനൊക്കെ കുറച്ചും കൂടി ഫ്യൂവൽ എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹോണിന് അത്യാവശ്യം സൗണ്ട് ഉണ്ട്. നമുക്ക് അകത്താകുമ്പോഴത്തേക്കും ഹോണിന് ഇത്തിരി സൗണ്ട് കുറവാണ്. ഓക്കെ, CVT മോഡൽസിന് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് പ്ലസ് മൈനസ് ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ലൈറ്റാണ്. ഓക്കെ, പ്ലസ് ആണ് കണ്ടോ, ബ്രൈറ്റ്നസ് ആണ്. മൈനസ് ആണെങ്കിൽ ബ്രൈറ്റ്നസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്, പ്ലസ് മൈനസ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ബാക്കിൽ ഓട്ടോ ഹെഡ് ലാംപ്സ് ഉണ്ട്. ഓട്ടോ ഹെഡ് ലാംപ്സ് ഈവൻ CVT മുതലുണ്ട്. ഓട്ടോ ഹെഡ് ലാംപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഫ്രണ്ടിലെ വെഹിക്കിളിന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ്ലൈറ്റ് ഹൈ ബീം ലോ ബീം ആക്കും. അതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈറ്റ് കുറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ്ലൈറ്റ് ആക്ടിവേറ്റഡ് ആവും. ഓക്കെ, ഇതിന് പ്രൊജക്ടർ സെറ്റപ്പാണ്. ഓക്കെ, LED ലൈറ്റ്സ് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റിനേ ഉള്ളൂ, ZX-നേ ഉള്ളൂ. അപ്പോൾ പ്രൊജക്ടർ സെറ്റപ്പ് ആയതാണ്. നമുക്ക് അതിൻ്റെ ത്രോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നൈറ്റിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് അതിൻ്റെ വ്യൂ, എങ്ങനെയുണ്ട് നമ്മുടെ ലൈറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്ടർ സെറ്റപ്പ് ആയത് കാരണം ലൈറ്റിംഗ് ഇത്തിരി ഇഷ്യൂ ഉണ്ടോ? അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് എനിക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. LED ആണെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിരിക്കും, കുറച്ചും കൂടി ഡിസ്റ്റൻസും കിട്ടും. ഈ പ്രൊജക്ടർ ആയിട്ടും പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, ഇതിപ്പോൾ റിവേഴ്സ് ക്യാമറയുടെ വ്യൂ ആണ്. നമുക്ക് പണ്ടത്തെ റെസൊല്യൂഷൻ കാണാൻ പറ്റും. പണ്ടത്തെ റെസൊല്യൂഷനേക്കാളും നല്ലൊരു ക്യാമറയാണ് ഇപ്പോൾ. കുറച്ചും കൂടി ക്രിസ്പാണ്, കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, ഇന്ന് 3 വ്യൂസ് ഉണ്ട്. ഇതിപ്പോൾ വൈഡ് ആംഗിൾ വ്യൂ ആണ്, നാരോ വ്യൂസ് ഉണ്ട്. നാരോ വ്യൂ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി വൈഡ് ആംഗിളിന് അത്രയും വരില്ല, കുറച്ച് റിഡ്യൂസ്ഡ് ആവും. പിന്നെ ടോപ്പ് വ്യൂ ഉണ്ട്. ഓക്കെ, ടോപ്പ് വ്യൂ ജസ്റ്റ് നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കുന്ന പോലത്തെ എഫക്റ്റ് വരും. ബമ്പറിൻ്റെ ജസ്റ്റ് ബാക്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഇതാണ് ഇപ്പോൾ വൈഡ് ആംഗിൾ വ്യൂ. ഇന്നിപ്പോൾ ഇത് അഡാപ്റ്റീവ് അല്ല, ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഫിക്സഡ് ആണ്. ഓക്കെ, നമ്മൾ സ്റ്റിയറിംഗ് ടേൺ ചെയ്യണ അനുസരിച്ച് ടേൺ ആവില്ല, ഫിക്സഡ് ആണ്. ഓക്കെ, അത് അഡാപ്റ്റീവ് കൊടുക്കാമെന്ന് ഹോണ്ടയ്ക്ക്. കാരണം നോർമലി ഈ റേഞ്ചിൽ വരുന്ന വെഹിക്കിൾസിലൊക്കെ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇതാണിപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റഡ് ക്യാമറ വരുന്നത്. കമ്പയർ ടു പഴയ സിറ്റി 2023 സിറ്റിക്ക് കുറച്ചും കൂടി നല്ല ക്യാമറ ആയിരിക്കും. ഓക്കെ, സ്റ്റീരിയോ സിസ്റ്റത്തിൻ്റെ സ്പീക്കേഴ്സ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഫ്രണ്ടിലും 2 ബാക്കിലും. ആക്ച്വലി 4 സ്പീക്കേഴ്സേ ഉള്ളൂ. നമുക്ക് ടോപ്പ് എൻഡൊക്കെ വരുമ്പോഴത്തേക്കും 4+4 8 വരും. ട്വീറ്റേഴ്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് 4+4 വരും. ഇതിപ്പോൾ അത്യാവശ്യം സൗണ്ട് ഉണ്ട്, പ്രോബ്ലംസ് ഒന്നുമില്ല. ടോട്ടൽ 4 എയർ ബാഗ് ഉണ്ട്. അതിൽ 1 ഡ്രൈവർ സൈഡും മറ്റേ സ്റ്റിയറിങ്ങിൽ, 2ാമത്തത് പാസഞ്ചർ സൈഡിൽ ഇവിടെ
പിന്നെ സീറ്റിന് 2 സൈഡിലായിട്ട് വരും. ഓക്കെ, സൈഡ് എയർ ബാഗാണ് വരുന്നത്. പിന്നെ സൈഡ് കർട്ടൻ എയർ ബാഗും കൂടി വരും VX ആൻഡ് ടോപ്പ് മോഡൽ ZX-ൽ. ഓക്കെ, പിന്നെ ഫ്രണ്ടിൻ്റെ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കുഷനിങ് ഉണ്ട്, നന്നായിട്ട് നമ്മൾ ടൈറ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഓവർടേക്ക് ചെയ്യുമ്പോഴും നമുക്ക് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോഴൊന്നും നിങ്ങൾ സീറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്കൊന്നും പോവില്ല. നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് വരുന്നത് ഫ്രണ്ട് സീറ്റ്സ്. അതേപോലെ റിയർ സീറ്റ്സും നല്ലതാണ്, നല്ല കുഷനിങ്ങും ഉണ്ട്, അണ്ടർ തൈ സപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല. ഓക്കെ, ഞാനിപ്പോൾ 2023 മോഡൽ കഴിഞ്ഞ മന്ത് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, വെൻറ്റിലേറ്റഡ് സീറ്റ്സ് പോട്ടെ, ബാക്കിയുള്ള ഹോണ്ട സെൻസ് ഫീച്ചർ അഡാസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല, അതുണ്ട്. ഓക്കെ, വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും വരുന്ന നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതാണ് ലിവേഴ്സാണ്. ഓക്കെ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവേഴ്സേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം എനിക്കിപ്പോൾ ഒരു എന്താ ഇപ്പോൾ പറയുക, ഒരു 16-17 ലാക്സ് ആയി. ഇപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പവർ സീറ്റ്സ് എങ്കിലും കൊടുക്കാമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഫോർ ദ ഡ്രൈവർ സൈഡെങ്കിലും കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നമ്മുടെ മാനുവൽ രീതിയിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് ബാക്ക് സൈഡിലേക്ക് കയറാം. ബാക്ക് സൈഡിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സീറ്റ് കവേഴ്സ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് കാരണം എല്ലാ സീറ്റ് കവേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഹെഡ് റെസ്റ്റ് ഹൈ ആണ്, നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് AC വെൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഓപ്പൺ ക്ലോസ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. റൈറ്റ് ലെഫ്റ്റ് ഉണ്ട്, ചെറിയ വേരിയേഷൻസേ ഉള്ളൂ, അധികം ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും റിയർ AC വെൻസ് ഉണ്ട്. ഇവിടെ 2 ചാർജിങ് സോക്കറ്റ്സ് ഉണ്ട്. നോർമൽ പഴയ ടൈപ്പ് നമ്മുടെ സിഗരറ്റ് ലൈറ്റർ ടൈപ്പ് സോക്കറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്, 12 വോൾട്ടിൻ്റെ. ഓക്കെ, ഇതിനകത്ത് പിന്നെ ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവർ സീറ്റിലും നമ്മുടെ പാസഞ്ചർ സീറ്റിലും ബാക്കിൽ പോക്കറ്റ്സ് വരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാക്കിൽ പോക്കറ്റ്സ് ഇല്ല, പ്ലെയിൻ ആണ്. രണ്ടിലും നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത്. ഓക്കെ, ബാക്കിൽ പോക്കറ്റ്സേ വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവിടെ ചാർജ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പോക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് സ്ലോട്ട് ഇൻ ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് എങ്ങാൻ വെക്കേണ്ടി വരും. ഓക്കെ, ഹൈ എൻഡ് മോഡലിനുണ്ട്, 2 സീറ്റിനും ബാക്കിൽ പോക്കറ്റ്സ് ഉണ്ട്. അതേപോലെ സ്മാർട്ട് ഫോണും ഹോൾഡ് ചെയ്യാനുള്ള പോക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, ബേസ് വേർഷൻ ആയാലും ഇത് ആ പോക്കറ്റ്സ് കൊടുക്കണമായിരുന്നു അഡ്വാൻറ്റേജ്. പക്ഷേ ഇതിന് രണ്ടിനും പോക്കറ്റ്സ് കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ബേസ് വേരിയൻ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയർ ഡീമിസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാക്ക് സൈഡിൽ വരുന്നത്. ഓക്കെ, ബാക്ക് സൈഡിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂമും വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 5'8" ആണ്, എന്നാലും ഹെഡ് റൂമും ഉണ്ട്. ഓക്കെ, നല്ല രീതിയിൽ നമുക്ക് ഹെഡ് റൂമും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് സീറ്റ് കംഫർട്ടൊക്കെ കുഴപ്പമില്ല, നമ്മുടെ സീറ്റിന് കുഷനിങ് ആണെങ്കിലും പ്രോബ്ലം ഇല്ല. ഇതിനകത്ത് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് 3 ടൈപ്പും കണ്ടോ, ഇവിടെ ഒരു ലാച്ച് പോലെ ഉണ്ട്. ഇവിടെ 3 ടൈപ്പ്, 3 സീറ്റ് ബെൽറ്റും ഉണ്ട്, 3 പ്രോപ്പർ സീറ്റ് ബെൽറ്റ് ഉണ്ട് റിയർ പാസഞ്ചേഴ്സിന്. ഓക്കെ, ഇവിടെ ആക്ച്വലി പറയുകയാണെങ്കിൽ ബാക്ക് സീറ്റ് നല്ല കംഫർട്ടബിളാണ്, ഫ്രണ്ട് സീറ്റും നല്ല കംഫർട്ടബിളാണ്, ബാക്ക് സീറ്റും നല്ല കംഫർട്ടബിളാണ്. അത്യാവശ്യം കുഷനിങ്ങും ഉണ്ട്, അണ്ടർ തൈ സപ്പോർട്ടും ഉണ്ട് ഒരുവിധം. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള സെഡാൻസൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അണ്ടർ തൈ സപ്പോർട്ടും വരുന്നുണ്ട് ഹോണ്ട സിറ്റിക്ക്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മോശം റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു ഷേക്ക് വരുന്നുണ്ട് അകത്തേക്ക്. അപ്പോൾ സസ്പെൻഷൻ എന്നുള്ള ഒരു രീതിയിൽ ഭയങ്കര ഹാർഡായിട്ടല്ല, ഒരു സോഫ്റ്റായിട്ടാണ് ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് അധികം അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല ഈ കുഴികളൊക്കെ. ഓക്കെ, ഇതിപ്പോൾ നല്ല രീതിയിലാണ് കുഴികൾ വരുന്നത്, നമുക്ക് ബോഡി ഷേക്കും വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട് റോഡ്. ഇപ്പം നമ്മുടെ സസ്പെൻഷൻ സോഫ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ നമ്മുടെ കോർണേഴ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അധികം ബോഡി റോളൊന്നുമില്ല വെഹിക്കിളിന്. വെഹിക്കിൾ കാമാണ്, ഒരു പിച്ചിങ് ആൻഡ് ബൗൺസിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ സസ്പെൻഷൻ ഒരു സെമി സോഫ്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. എന്നാലും അതിൻ്റെ എഫക്റ്റ് ഒന്നും നമുക്ക് ബോഡി റോളായിട്ട് ഫീൽ ചെയ്യുന്നില്ല കോർണേഴ്സിലൊക്കെ. ഓക്കെ, നമ്മുടെ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര ലൈറ്റാണ്. ഓക്കെ, നമുക്ക് അധികമൊന്നും നമ്മൾ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിറ്റിയുടെ അകത്തൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് നമുക്ക് ടേൺ ചെയ്തിട്ട് പാർക്കിങ്ങിൻ്റെ കണ്ടീഷൻസിലൊക്കെ വളരെ ലൈറ്റാണ് സ്റ്റിയറിംഗ് വരുന്നത്. ഓക്കെ, അതേപോലെ സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്കും നല്ല ഫീഡ്ബാക്കും ഉണ്ട്. നമ്മൾ ഹൈവേയിലൊക്കെ നല്ല സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫീഡ്ബാക്കും കിട്ടും. സ്റ്റിയറിങ്ങും എൻജിനും ആക്ച്വലി നല്ല തന്നെയാണ് ഹോണ്ട സിറ്റിയുടെ.
ഇതിലൊന്നും അവർ ചേഞ്ചസ് വരുത്തിയിട്ടില്ല. ഇതിപ്പോൾ 1.5 ലിറ്ററിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്, ടർബോ എഞ്ചിൻ അല്ല. ഓക്കെ, 121 PS 145 ടോർക്കും ഉള്ള എഞ്ചിനാണ്. ഓക്കെ, നിങ്ങളുടെ ഈ സെയിം റീജിയനിൽ തന്നെ നിങ്ങൾ സ്കോഡ, സ്ലാവിയ, വോൾക്സ്വാഗൻ, വിട്രസ് ഒക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. ബേസ് വരുന്നത് 1 ലിറ്റർ ടർബോ ആണ്. ഓക്കെ, ആ എഞ്ചിൻ ആക്ച്വലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി ലാഗ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഇനീഷ്യലി ലാഗ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടർബോ കിക്കിൻ ചെയ്യുന്നത്. ഏകദേശം മിഡ് റേഞ്ചൊക്കെ എത്തുമ്പോഴേ നമുക്ക് ടർബോ കിക്കിൻ ആവുള്ളൂ. അതിനുശേഷം നമുക്ക് പവർ വരുന്നുള്ളൂ. ഓക്കെ, അതിനെ കമ്പാരിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി അലൈവ് ആയിട്ടുള്ള എഞ്ചിനാണ് ഈ 1.5 എഞ്ചിൻ വരുന്നത്, 1.5 ലിറ്റർ എഞ്ചിൻ വരുന്ന ഹോണ്ട സിറ്റിയുടെ കുറച്ചും കൂടി പവർഫുള്ളാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ 1.5 EXI 1.5യുടെ എഞ്ചിൻ നോക്കുവാണെങ്കിൽ വിട്രസിനും സ്ലാവിയയിലും നല്ലൊരു എഞ്ചിനാണ്. ഓക്കെ, അതിനകത്ത് ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി ഉണ്ട്. അതായത് നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് അനുസരിച്ച് 4 സിലിണ്ടറാണ് ബൈ ഡിഫോൾട്ട് എഞ്ചിൻ വരുന്നത്, 3 സിലിണ്ടറിലേക്ക് കൺവേർട്ട് ആവും ഫ്യൂൽ എക്കണോമിക്കൊക്കെ വേണ്ടി. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റ് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഫീച്ചേഴ്സ് വളരെ കുറവാണ്. അഡാസ് ഇല്ല, അതേപോലെ ക്യാമറയുടെ റെസൊല്യൂഷൻ മോശമാണ് വിട്രസിന് സ്ലാവിയയുടെയൊക്കെ. ഇതിപ്പോൾ നേരത്തെയും ഹോണ്ട സിറ്റിയുടെ ഇത്രയ്ക്ക് ക്യാമറ നല്ലതല്ലായിരുന്നു. ഇപ്പോൾ അവർ റെസൊല്യൂഷൻ ഒരു നന്നാക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട്, കുറച്ചും കൂടി ക്രിസ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. ഡ്രൈവും നമ്മുടെ ഹോണ്ട സിറ്റിയാണ് കൂടുതൽ. പിന്നെ വിട്രസിനും സ്ലാവിയും ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 179 ഉണ്ട്. ഓക്കെ, സാധാരണ ഒരു SUV കാറ്റഗറിയിലേക്ക് പോകും നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ആ സമയം കമ്പാരിറ്റീവ്ലി ഹോണ്ട സിറ്റിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 75-100 കിലോമീറ്റേഴ്സായി ഓടിക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്യൂസ്, ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ അറിയാൻ പറ്റും. ഓക്കെ, ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ ബേസ് വേർഷൻ, ഏറ്റവും വാല്യൂ ഫോർ മണി വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ബേസ് വേർഷൻസാണ് വരുന്നത്. VCVT. ഇതിപ്പോൾ ഞാനിപ്പോൾ സിറ്റിയുടെ അകത്തായിരിക്കും മെയിനായിട്ട് ഓടിക്കുന്നത്. പിന്നെ അതേപോലെ ഫാദറായിരിക്കും കൂടുതൽ ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക് എടുത്തേക്കുന്നത്. നിങ്ങളുടെ എഞ്ചിനെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എപ്പോഴും മാനുവൽ എടുക്കുക. മാനുവൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എഞ്ചിൻ്റെ ശരിക്കും പവറും ഇതുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. CVT ആകുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ ഫുൾ അങ്ങോട്ട് പൊട്ടൻഷ്യൽ അങ്ങോട്ട് എടുക്കുന്നില്ല. കാരണം അത് ഒരു കൺട്രോൾഡ് എക്കണോമി എന്നുള്ളൊരു ബേസിലാണ് നമ്മുടെ CVT വർക്ക് ചെയ്യുന്നത്. അതേപോലെ അവർ പറയണത് അങ്ങനെയാണ്, നമ്മുടെ മൈലേജ് മാനുവലിനേക്കാൾ കൂടുതൽ CVTക്കാണ് പറയുന്നത്. 17 റേഞ്ച് പറയുവാണെങ്കിൽ 18 റേഞ്ചാണ് അവർ CVTക്ക് പറയുന്നത്, മൈലേജ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി എൻ്റെ വേരിയൻസ് പറയുവാണെങ്കിൽ VCVT ആണ്. പിന്നെ നിങ്ങൾക്ക് ടോപ്പ് എൻഡ് വേരിയൻ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലെതർ സീറ്റ്സ് അങ്ങനത്തെ കുറച്ച് ആഡ് ഓൺ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. വിൻഡോസും സൺറൂഫും ഓപ്പൺ ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ VCVT അങ്ങനത്തെ വേർഷൻസിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമോട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. റിമോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് റിമോട്ട് വെച്ചിട്ട് നമുക്ക് AC ഓൺ ചെയ്യാൻ പറ്റും. അത് വേണ്ട നിങ്ങൾക്ക് ഹോണ്ട കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ ഹോണ്ട കണക്ട് ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. AC അതിനകത്ത് ഓൺ ചെയ്തിട്ട് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. AC ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നിങ്ങൾക്ക് ഹോണ്ട കണക്റ്റിന് വെച്ച ആപ്പ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും, അൺലോക്ക് ചെയ്യാൻ പറ്റും. വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അറിയാൻ പറ്റും. ഹെഡ്ലൈറ്റ് ഓൺ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഹോണ്ട കണക്റ്റ് ആപ്പ് വെച്ചിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വേറൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്ക് അവേ ഓട്ടോ ലോക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു റേഞ്ച്, നമ്മുടെ റിമോട്ട് സെൻസ് ചെയ്യുന്ന റേഞ്ച് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡോർസ് ക്ലോസ് ആവും. കീ പോക്കറ്റിലിട്ടിട്ട് നിങ്ങൾ അത്രയും മീറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഡോർസ് എല്ലാം ഓട്ടോ ലോക്ക് ആവും. ബൈ ഡിഫോൾട്ട് ഫാക്ടറി എന്ന് വരുമ്പോഴത്തേക്ക് അത് ഓഫ് ആയിരിക്കും. നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പോയിട്ട് അത് ഓൺ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലക്സയും ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അലക്സ കമാൻഡ് വഴി നിങ്ങളുടെ വെഹിക്കിൾ ലോക്ക് ചെയ്യാൻ പറ്റും, അൺലോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ റിമോട്ട് സ്റ്റാർട്ട് ചെയ്യണതിന് റിമോട്ടിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണതിന് പകരം നിങ്ങൾക്ക് അലക്സ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് AC ഒക്കെ ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതും നല്ലൊരു യൂസ്ഫുൾ ഫീച്ചറാണ്. നിങ്ങൾക്ക് എപ്പോഴും കീ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ലോക്ക് അൺലോക്ക് വീട്ടിലൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അലക്സയിൽ കമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ്സ് ആണ് അതിന് ഡിലേ പറയുന്നത്. ആ 10 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ആവും, അല്ലെങ്കിൽ അൺലോക്ക് ആവും, ലോക്ക് ആവും. നിങ്ങൾക്ക് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. എത്ര ഫ്യൂൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂൽ ടാങ്കിൽ എത്ര
ഫ്യൂവൽ ബാക്കിയുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അലക്സയെ എടുത്ത് റിക്വസ്റ്റ് ചെയ്താൽ മതി. അലക്സ ത്രൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതും നല്ലൊരു ഫീച്ചറാണ്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ഹോണ്ട സിറ്റിയിൽ CVT വരുന്നത്, ലേറ്റസ്റ്റ് 2023 വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഫസ്റ്റ് വെഹിക്കിൾ എടുത്തു. കാരണം ഫസ്റ്റ് വെഹിക്കിൾ ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2023 VCVT. കാരണം എനിക്കിപ്പോൾ April 1 മുമ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോട്ടിൽ തന്നെ വന്നിട്ട് നമുക്ക് ഈ വെഹിക്കിൾ കിട്ടി. ഞാനിപ്പോൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി വാല്യൂ ഫോർ മണിയാണ്. അതേപോലെ ഏറ്റവും ബേസ് CVT വേർഷനാണ് ഞാൻ എടുത്തേക്കുന്നത്, VCVT. ഇതിനകത്ത് ലെയിൻ ക്യാമറ ഇതൊന്നുമില്ല, സൺറൂഫും ഇല്ല. പക്ഷേ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സൺറൂഫ്, ലെയിൻ ക്യാമറ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹയർ മോഡൽസിലേക്ക് പോകേണ്ടി വരും. ഫോർ എക്സാമ്പിൾ VX അല്ലെങ്കിൽ ZXലേക്ക് പോകേണ്ടി വരും, ഫുൾ ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. അത് നിങ്ങളുടെ പ്രൈസ് ഷൂട്ടപ്പ് ആവും, നല്ല രീതിയിൽ ഡിഫറൻസും ഉണ്ട്. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ഹൈബ്രിഡ് എടുത്തില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കൊരു ഹൈബ്രിഡ് റേഞ്ചിൻ്റെ വേരിയേഷനുള്ള നമുക്ക് ഫ്യൂവൽ എക്കണോമി വരുന്നില്ല, നമുക്ക് അത്രയ്ക്ക് ഡിസ്റ്റൻസ് ഓട്ടോ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നോർമലായിട്ട് നമ്മൾ CVT ആണ് എടുത്തേക്കണം, നമ്മുടെ നോർമൽ CVT എടുത്തേക്കണം. അതിനും അത്യാവശ്യം മൈലേജ് പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഹൈബ്രിഡ് എടുക്കാം. ഞാൻ ഹൈബ്രിഡ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 20+ വരും. പ്രൈസ് സ്റ്റാർട്ടിങ് തന്നെ ഏകദേശം ഒരു 23, 24, 25 അങ്ങനത്തെ ഒരു റേഞ്ചിലേക്ക് വരും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഹൈബ്രിഡ് പ്രിഫർ ചെയ്യാൻ ഏറ്റവും VCVT എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും ഓട്ടോമാറ്റിക് എടുക്കുവാണെങ്കിൽ, നിങ്ങൾ ഹോണ്ട സിറ്റിയുടെ മോഡൽ എടുക്കുവാണെങ്കിൽ ഏറ്റവും ബേസ് വേർഷൻ എടുത്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റും എടുക്കാം, അതിൻ്റെ മിഡിൽ VX എന്ന് പറഞ്ഞ വേരിയൻറ്റും എടുക്കാം. 3 വേരിയൻറ്റ്സാണ് CVT വരുന്നത്. അതേസമയം മാനുവൽ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള വേരിയൻറ്റ് വരുന്ന പുതിയൊരു വേരിയൻ്റാണ്. അത് 2023 ലോഞ്ച് ആയിരിക്കണം, SV എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. പിന്നെ വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളർ ഇറങ്ങിയിട്ടുണ്ട്, മെറ്റാലിക് ബ്ലൂ പോലത്തെ ഒരു കളർ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് 2023 ഒരു കളർ ഷെയ്ഡ് ആഡ് ഓൺ വരുന്നത്. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കണ്ടു. ഹോണ്ട സിറ്റിയുടെ VCVT വേർഷനാണ് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് റിവ്യൂവും ടെസ്റ്റ് ഡ്രൈവും ഒക്കെ ചെയ്തേക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലിടാം. ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ, എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.